അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനിയും 3 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞാൻ 89-ലാണ് ജോലിക്ക് കയറുന്നത് ഉച്ചഭക്ഷണത്തിൽ. പക്ഷേ അന്ന് എനിക്ക് 5 രൂപയെ കൂലി ഉണ്ടായിരുന്നുള്ളൂ. ഈ 5 രൂപ കൂലി വാങ്ങിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയ ഇന്ന് 40 വർഷം കൊണ്ട് ഞാൻ സ്കൂളിലെ ഒരു പാചക തൊഴിലാളിയാണ്. ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ ഇപ്പോഴും കിട്ടുന്ന 10,000 രൂപയാണ്. ഈ 10,000 രൂപ കിട്ടുന്നത് 3 മാസം 4 മാസം കൂടിയിരിക്കുകയാണ് ഈ ശമ്പളം കിട്ടുന്നത്. ദിവസവേതനാടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്നവരാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ. 500 മുതൽ 600 വരെയാണ് പലരുടെയും ദിവസവേതനം. പക്ഷേ മാസാവസാനം ഈ തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല 3-4 മാസം വൈകുകയും ചെയ്യുന്നു. മാസങ്ങൾ വൈകി തുക ലഭിച്ചാൽ തന്നെ പല കാരണങ്ങളാൽ അതിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതാത് മാസം ജോലി ചെയ്യുന്ന ശമ്പളം ഞങ്ങൾക്ക് അതാത് മാസം തന്നെ കിട്ടിയിരിക്കണം. അതൊരു വലിയ അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് കടം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കയറെടുക്കേണ്ടി വരും. 500 കുട്ടികളുള്ള സ്കൂളുകളിലടക്കം ഒരു പാചക തൊഴിലാളി മാത്രമാണുള്ളതെന്ന് ഇവർ പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സഹായികളെ നിർത്താതെ ജോലി സാധ്യമല്ല. അവരുടെ വേതനവും ഇവരുടെ പോക്കറ്റിൽ നിന്നാണ് നൽകേണ്ടത്. തൊഴിലുണ്ടെങ്കിലും കടം വാങ്ങി ജീവിക്കേണ്ട സ്ഥിതിയിലാണ് പലരും. ഒപ്പം വേറെയും പ്രശ്നങ്ങൾ. പഠിത്തമുള്ള ദിവസങ്ങളേ ഉള്ളൂ, അതില്ല. 1 മാസം 2 ദിവസത്തെ പഠിത്തമുള്ളൂ. ബാക്കി വിദ്യാഭ്യാസ സമരമാണെങ്കിൽ 2 ദിവസത്തെ പഠിത്തമുള്ളൂ. ആ 2 ദിവസത്തെ കൂലി കിട്ടുന്നുള്ളൂ, അല്ലാതില്ല. വെക്കേഷൻ ചെയ്യുന്ന ഈ സമയത്തൊന്നും കൂലിയൊന്നുമില്ല. അവർ പറയുന്നത്, സർക്കാർ പറയുന്നുണ്ട് 2,000 രൂപ കൊടുക്കുന്നെന്ന്, ഇതുവരെയും കിട്ടുന്നില്ല. പാചക തൊഴിലാളികൾ പാവങ്ങളാണെന്നും സ്കൂൾ തുറക്കും മുൻപ് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പക്ഷേ അധ്യയന വർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതെങ്ങനെ പ്രാവർത്തികമാകുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. അത് പ്രശ്നമായിരിക്കും. അതിപ്പോൾ പാചക തൊഴിലാളികളുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, അംഗനവാടിയുണ്ട്, പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം സ്കീം തൊഴിലാളികളാണ്. അവർ ലേബർ ലോ പ്രകാരം തൊഴിലാളികളെ പട്ടികയിൽപ്പെടുത്തുന്നില്ല. സെൻട്രൽ ഗവൺമെന്റാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ഭാവി തലമുറയ്ക്ക് അന്നമൂട്ടുന്നത് ഇവരാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാലും സ്വന്തം ശമ്പളം ലഭിച്ചില്ലെങ്കിലും അവരത് തുടരുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി തൊഴിൽ ചെയ്യുന്നവർക്ക് അംഗീകാരവുമില്ല, ആനുകൂല്യങ്ങളുമില്ല. മാറി മാറി വന്ന സർക്കാരുകൾ അത് പരിഗണിച്ചിട്ടുമില്ല. പ്രക്ഷോഭങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും കടക്കാനും ഈ തൊഴിലാളികൾക്ക് താല്പര്യമില്ല. കാരണം അന്നം മുടങ്ങുന്നത് പാവപ്പെട്ട ഈ തൊഴിലാളികളുടെയും സാധാരണക്കാരായ കുട്ടികളുടെയും ആയിരിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.